സിവിൽ സർവീസിലേക്കൊരു വഴികാട്ടി. UPSC, IAS, IPS, IFS, IRS തുടങ്ങിയ പരീക്ഷകൾക്ക് തയ്യാറെടുക്കേണ്ടത് എങ്ങനെ? വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത് എഴുത്തുകാരനും IAS മെന്ററുമായ ജാഫർ അമീർ UC. സിവിൽ സർവീസിലേക്കൊരു വഴികാട്ടി. നോട്ട്സ് എങ്ങനെയാണ് പഠിക്കാൻ വേണ്ടി എല്ലാവരും ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുമായിരിക്കും. എങ്ങനെയാണ് നോട്ട് തയ്യാറാക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് സാറ് വിശദമായിട്ട് തന്നെ പറഞ്ഞു തന്നു. നമ്മൾ എങ്ങനെയാണ് അതൊരു എഴുത്ത് എന്ന് പറയുന്നതിനെ ഒരു കലയായി മാറ്റി പെട്ടെന്ന് കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചും പറഞ്ഞു. ഇനിയിപ്പോൾ പ്രമുഖ ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ കുറിച്ചൊന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരാമോ? അതുപോലെ തന്നെ ആപ്ലിക്കേഷൻസ് ഒക്കെ കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ കഴിയുന്ന ആപ്ലിക്കേഷൻസിനെ കുറിച്ച് കൂടി സാറൊന്ന് പറയാമോ? ഓക്കെ, തീർച്ചയായും. ഇമ്പോർട്ടൻ്റ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ മെൻഷൻ ചെയ്തിട്ടുള്ള ഓൾ ഇന്ത്യ റേഡിയോ എന്ന് പറയുന്നത് ഒരു വമ്പൻ സോഴ്സാണ്. നമുക്ക് അതിൻ്റെ പ്രാധാന്യം അറിയാത്തതുകൊണ്ടാണ്. UPSC അല്ലെങ്കിൽ IAS പഠിക്കുന്ന കുട്ടികൾക്ക് അതിൻ്റെ ഇമ്പോർട്ടൻസ് അറിയാം. അത് തന്നെ നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻ, ഡീറ്റെയിൽഡ് ഗവൺമെൻറ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള, ഗവൺമെൻറ് അതോറിറ്റേറ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷൻ നമുക്ക് അതിൽ നിന്ന് കിട്ടും. അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ നീതി ആയോഗിൻ്റെ വെബ്സൈറ്റാണ്. വെബ്സൈറ്റിൽ നിന്ന് നമുക്ക് അതേപോലെ പ്ലാനിംഗ് കമ്മീഷൻ്റെ വെബ്സൈറ്റ്, പ്ലാനിംഗ് കമ്മീഷനാണ് ഇപ്പോൾ നീതി ആയോഗമായിട്ട് മാറിയിട്ടുള്ളത്. അതിൻ്റെ വെബ്സൈറ്റിൽ വളരെ വിശദമായിട്ടുള്ള ഡീറ്റെയിൽസ് കിട്ടും. പിന്നെ എക്കണോമിക് സർവേ എന്ന് പറയുന്ന ഇന്ത്യ ഗവൺമെൻറ് ഇറക്കുന്ന എല്ലാ വർഷമുള്ള അതാത് വർഷത്തെ എക്കണോമിക് ഡെവലപ്മെൻറ്റുകളെ കുറിച്ചുള്ള ഒരു പുസ്തകമുണ്ട്. അതാണ് പിന്നീട് നമുക്ക് വരുന്ന ഒരു പ്രധാനപ്പെട്ട സോഴ്സ് എന്ന് പറയുന്നത്. പ്ലസ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിപ്പോഴും ഒരു പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ട് പറയാൻ പറ്റുന്നത് ഡൽഹിയിലുള്ള വാജിറാമൻ രവിയാണ് ഇപ്പോഴും ലീഡ് ചെയ്യുന്നത്. നമ്മൾ പണ്ട് ഒരു 90കളും 2000-ലൊക്കെ നമ്മൾ സൗത്ത് ഇന്ത്യയിലെ കുട്ടികൾ മുഴുവൻ റാവൂസിലായിരുന്നു പോകുന്നത്. അങ്ങനെ ഒരു പേര് തന്നെ വന്നിട്ടുണ്ട്. പക്ഷേ റാവൂസൊക്കെ ഈ ഡൽഹിയിലെ മറ്റ് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിട്ട് പറയപ്പെടുന്നില്ല. അതിനേക്കാളും നല്ലത് വാജിറാമൻ രവി, അതേപോലെ ALS ഓൾട്ടർനേറ്റീവ് ലേണിംഗ് സിസ്റ്റം എന്ന് പറയുന്ന, ഞാൻ അവിടെയാണ് പഠിച്ചത് കേട്ടോ. ALS, അതേപോലെ ചാണക്യ ഇൻസ്റ്റിറ്റ്യൂട്ട് കുഴപ്പമില്ല, ശ്രീരാം ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇതെല്ലാം കുഴപ്പമില്ലാത്ത ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ്. പിന്നെ അതേപോലെ ഓൺലൈനായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വിഷൻ IASന്റെ നല്ല ഭംഗിയുള്ള റിവ്യൂസും കാര്യങ്ങളും ഫ്രീ ആയിട്ട് യൂട്യൂബിൽ അവൈലബിൾ ആണ്. അതുപോലെ അവരുടെ ചെറിയ പേയ്മെൻ്റ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് അവരുടെ ഫുൾ മൊഡ്യൂൾ ക്ലാസ്സുകൾ നമുക്ക് പഠിച്ചെടുക്കാം. അതേപോലെ അൺഅക്കാഡമിയുടെയും നല്ല സ്റ്റാൻഡേർഡ് ക്ലാസ്സുകൾ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ടീച്ചേഴ്സിൻ്റെ ക്ലാസ്സുകൾ മാത്രം ഫോളോ ചെയ്യുക. പിന്നെ അതേപോലെ അതിൻ്റെ കൂടെ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഡിഗ്രി കഴിഞ്ഞ കുട്ടികൾക്ക് ഒരുപാട് സ്കോളർഷിപ്പോട് കൂടി പഠിക്കാനുള്ള സംവിധാനങ്ങൾ ഇപ്പോൾ നിലവിലുണ്ട്. മിക്ക സെൻട്രൽ യൂണിവേഴ്സിറ്റികളും ഫ്രീ ആയിട്ട് സിവിൽ സർവീസിൻ്റെ കോച്ചിങ് കൊടുക്കുന്നുണ്ട്. അതിൽ നമ്മുടെ ജാമിയ മില്ലിയ ഉണ്ട്, AMU ഉണ്ട്, അതേപോലെ സക്കാത്ത് ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്, ഹംദർദ് യൂണിവേഴ്സിറ്റി ഉണ്ട്, ക്രസൻറ്റ് അക്കാഡമി ഉണ്ട്, സർദാർ പട്ടേൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, അഹമ്മദാബാദിലുള്ള സർദാർ പട്ടേൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ അവരുടെ ചെറിയൊരു എൻട്രൻസ് എക്സാം ഉണ്ട്. ആ ഒരു എക്സാം പാസ്സായി കഴിഞ്ഞാൽ ഏകദേശം ഒരു 5 മുതൽ 10 ലക്ഷം രൂപ വരെ ചിലവ് വരുന്ന IASന്റെ കോച്ചിങ് നമുക്ക് ഫ്രീ ആയിട്ട് അവർ തരും. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഇവിടെ പാരലായിട്ട് നടക്കുന്നുണ്ട്. ഇതിൽ 2 ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ എൻട്രൻസ് കോച്ചിങ് എനിക്ക് കിട്ടിയിരുന്നു. ഒരു എൻട്രൻസിൻ്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെത് കിട്ടി. അങ്ങനെ അത് ഒരു വർഷം കഴിഞ്ഞപ്പോഴേക്കും എനിക്കൊരു മഞ്ഞപ്പിത്തമൊക്കെ വന്ന് തിരിച്ചു വരേണ്ടി വന്നു. വീണ്ടും ഞാൻ ZFIൻ്റെ എൻട്രൻസ് എഴുതി പാസ്സായി. അങ്ങനെ 2 ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെയും ഇത് കിട്ടിയ ആളായതുകൊണ്ട് എനിക്ക് നേരിട്ട് അനുഭവത്തിലൂടെ പറയാൻ പറ്റും. അതിലെനിക്ക് അന്ന് 2010-ലാണ് 10 ഏകദേശം 5 ലക്ഷം രൂപയോളമുള്ള ചിലവ് അവർ വഹിച്ചിട്ടുണ്ട്. ഇപ്പോൾ സംതിങ് അറൗണ്ട് 8 ലാഖിൻ്റെ അടുത്താണ് അവരുടെ ഓരോ കുട്ടിക്കും അവർ ചിലവാക്കുന്നത്. അപ്പോൾ ഇത്രയും ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഇതെല്ലാം നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. ഡിഗ്രി കഴിഞ്ഞാൽ മാത്രം മതി. ഡിഗ്രി കഴിഞ്ഞിട്ട് ഈ എക്സാമിനെ കുറിച്ച് ഏകദേശം ഒരു അവയർനെസ് ഉണ്ടാക്കുക, എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻ വരിക എന്നുള്ളൊരു പഠിക്കുക, എന്നിട്ട് അവരുടെ ഒരു എൻട്രൻസ് എക്സാം ഉണ്ട്. ആ എക്സാം എഴുതി പാസ്സായാൽ ഇന്ത്യയിലുള്ള ഏകദേശം 10 മുതൽ 20 കുട്ടികളെ വരെ ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടുകാരും എടുത്തു കൊണ്ടുപോകും. അതും കൂടി ഞാൻ ഇതിൻ്റെ കൂടെ അങ്ങ് പറഞ്ഞെന്നുള്ളൂ. ഡിഗ്രി കഴിഞ്ഞ് ഈ ഒരു സിവിൽ സർവീസിൻ്റെ എൻട്രൻസ് കോച്ചിങ് സ്ഥാപനങ്ങളെക്കുറിച്ചാണ് സാറിപ്പോൾ നമ്മളോട് പറഞ്ഞത്. ഇനി ഈ റൈറ്റിംഗ് സ്കിൽ എന്ന ഒരു വിഷയത്തെക്കുറിച്ച്, എങ്ങനെയാണ് നമ്മൾ പരീക്ഷ എഴുതേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചല്ലേ സർ? അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു പരീക്ഷ എഴുതേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് എഴുത്ത് നമുക്ക് പഠിക്കാൻ വേണ്ടി കഴിയുക? ഒരുപാട് വിവരങ്ങൾ നമ്മൾക്കുണ്ടാവും, ഒരുപാട് ഇൻഫർമേഷൻസ് നമുക്ക് പേപ്പറിലേക്ക് പകർത്തി എഴുതാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു കാര്യം എങ്ങനെയാണ് നടത്തേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. അടിപൊളി. ഇവിടെയാണ് നമുക്ക് പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾ കുറച്ച് പുറകോട്ട് പോകുന്നത്. കാരണം നമ്മൾ എല്ലാം വായിച്ച് പഠിക്കും, പക്ഷേ നമ്മൾ എഴുതി പ്രാക്ടീസ് ചെയ്യില്ല.
അവിടെയാണ് നമ്മുടെ ഏറ്റവും വലിയൊരു പ്രശ്നമുള്ളത്. അതേപോലെ പേഴ്സണാലിറ്റി ടെസ്റ്റിൽ ഇപ്പോൾ നമ്മൾ പേഴ്സണാലിറ്റി ടെസ്റ്റ് എന്നാണ് പറയുന്നത്. പണ്ട് ഇൻ്റർവ്യൂ എന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ അതിന് പേഴ്സണാലിറ്റി ടെസ്റ്റ് എന്ന് പറയുക. ഇൻ്റർവ്യൂ അല്ല അത് ആക്ച്വലി. കാരണം ഇൻ്റർവ്യൂ എന്ന് പറയുന്ന ഒരാളെ അളക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇത് ശരിക്ക് നമ്മുടെ വിജ്ഞാനങ്ങളൊക്കെ ഇവർ 2 എക്സാമിലൂടെ മിക്കവാറും മെഷർ ചെയ്ത് കഴിഞ്ഞു. പ്രിലിംസ് കഴിഞ്ഞു, മെയിൻസ് കഴിഞ്ഞു. അതോടുകൂടി നമുക്ക് അവരുടെ വിവരത്തിൻ്റെ വിജ്ഞാനത്തിൻ്റെ അളവ് കിട്ടിക്കഴിഞ്ഞു. ഇനി ആളുടെ പേഴ്സണാലിറ്റി, ഓക്കെ, കാരണം ഒരാളെ നമ്മൾ ഒരു IAS IPS ആയിട്ടൊക്കെ കൊണ്ട് ഇരുത്തുമ്പോൾ ആളതിന് കപ്പബിൾ ആണോ എന്നുള്ളതും കൂടെ അയാളുടെ ഒരു പേഴ്സണാലിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് പേഴ്സണാലിറ്റി ടെസ്റ്റ്. ഇവിടെയൊക്കെയാണ് കുറച്ച് മലയാളികൾ നമുക്ക് കുറച്ച് പുറകിലേക്കുള്ളത്. ഇവിടെയൊക്കെ നമ്മളൊന്നും കൂടെ ഫോക്കസ് ചെയ്ത് ഡെവലപ്പ് ചെയ്തെടുത്താലേ അത് നമുക്ക് കവർ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി എക്സാം റൈറ്റിംഗ് സ്കില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ ക്രൂഷ്യലായിട്ടുള്ള ഒരു സംഭവമാണ്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ടൈം മാനേജ്മെൻ്റ് ആണ്. കാരണം നമുക്ക് 3 മണിക്കൂറാണ് എക്സാമിന് തരുന്നതെങ്കിൽ ഈ 3 മണിക്കൂറിനുള്ളിൽ ഓരോ ക്വസ്റ്റ്യനും 100 വേർഡ്സിൽ എഴുതേണ്ടതുണ്ട്, 200 വേർഡ്സിൽ എഴുതേണ്ടതുണ്ട്, 500 വേർഡ്സിൽ എഴുതേണ്ടതുണ്ട്. ചിലത് 1500 വേർഡ്സ് ഉണ്ട്. essay ടൈപ്പൊക്കെ ആണെങ്കിൽ 1500 വേർഡ്സാണ് വരിക. ഈ വേർഡ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ സ്കൂളിലും കോളേജിലൊക്കെ essay എഴുതിക്കോളൂ അല്ലെങ്കിൽ ഒരു 500 വേർഡിൽ എഴുതിക്കോ എന്ന് പറഞ്ഞാൽ നമുക്ക് കയ്യും കണക്കൊന്നുമില്ല, നമ്മളങ്ങ് എഴുതും, പേപ്പർ കണക്കിന് എഴുതും. പക്ഷേ ഇവിടെ അതല്ല. അവർക്ക് കൃത്യമായ ആ വേർഡ് ലിമിറ്റിനുള്ളിൽ നമുക്ക് ആ ടോപ്പിക്കിനെ എൻഡ് ടു എൻഡ് മൾട്ടി ഡയമെൻഷനിലായിട്ട് അതിനെ എല്ലാ ഭാഗവും സ്പർശിച്ചുകൊണ്ട് ഒരു വിഷയത്തിനെ നമുക്ക് ടച്ച് ചെയ്ത് എഴുതി അവിടെ പ്രതിഫലിപ്പിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ എക്സാമിൽ മെയിൻസ് നമുക്ക് കവർ ചെയ്ത് ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൽ നമുക്ക് വീട്ടിലിരുന്ന് ആദ്യം നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം ടൈം മാനേജ്മെൻറ്റാണ്. നമുക്ക് മുൻ വർഷങ്ങളിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കാം. നമ്മളൊരു 1-2 റീഡിങ് കഴിഞ്ഞ ശേഷമാണ് ഇത് ചെയ്യാനുള്ളത്. പുസ്തകങ്ങൾ വായിച്ചു കഴിഞ്ഞ ശേഷം മുൻ വർഷങ്ങളിലുള്ള ക്വസ്റ്റ്യൻസ് എടുക്കുക. ഒരു 10 വർഷത്തെ ക്വസ്റ്റ്യൻസ് എടുക്കുക. അതിൽ റെലവൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ എടുത്തിട്ട് അതിൽ പറഞ്ഞ 3 മണിക്കൂറാണെങ്കിൽ 3 മണിക്കൂർ ഒരു ബെഞ്ചും ഡെസ്കും അല്ലെങ്കിൽ ഒരു ചെയറും ഡെസ്കും വെച്ചിട്ട് ബെഡിലൊന്നും വെച്ച് എഴുതരുത്. കാരണം നമ്മളതൊരു പ്രാക്ടീസാണ്. കാരണം നമുക്ക് ഒരു മിനിറ്റിൽ 20 വാക്കുകൾ വെച്ച് നമ്മളെ ഈ ചിന്തകളും എല്ലാം കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് ആ ഒരു ടോപ്പിക്കിലേക്ക് ഒരു മിനിറ്റിൽ 20 വാക്കുകൾ വെച്ച് എഴുതിയാൽ മാത്രമേ നമുക്ക് ഈ എക്സാം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതിൻ്റെതായ രീതിയിൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഒരു മിനിറ്റിൽ 20 വാക്ക് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം സ്പീഡിൽ എഴുതണം. അത്യാവശ്യം സ്പീഡിൽ എഴുതണമെങ്കിൽ ആ കാര്യങ്ങളെല്ലാം നമ്മളെ മൈൻഡിൽ ഇങ്ങനെ പ്രോസസ്സ് ആയിക്കൊണ്ടിരിക്കണം. നമുക്ക് ചിന്തിച്ചിരിക്കാൻ സമയമില്ല. അപ്പോൾ ഇത്രയും ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം റൈറ്റിങ്ങിൻ്റെ സ്പീഡ് കൂട്ടണം, ചിന്താശേഷി കൂട്ടണം, ചിന്തകൾ അറേഞ്ച് ചെയ്യണം. ഇങ്ങനെ ലെയറായിട്ട് പോയിൻ്റായിട്ട് മൾട്ടി ഡയമെൻഷനിലായിട്ട് അറേഞ്ച് ചെയ്ത് വെക്കണം. ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നതോടുകൂടി നമുക്ക് വീട്ടിൽ നിന്ന് കുറച്ച് പ്രാക്ടീസ് ചെയ്യാനുണ്ട്. അതിനാണ് ഞാൻ പറഞ്ഞത് ടേബിൾ ചെയർ വെക്കുക അല്ലെങ്കിൽ ഡെസ്ക് ബെഞ്ചായിട്ട് വെച്ചിട്ട് ഒരേ പേന യൂസ് ചെയ്യുക. നമ്മളെല്ലാവരും ചെയ്യുന്നൊരു വിഡിത്തം എന്ന് വെച്ചാൽ വീട്ടിൽ നിന്ന് സാധാരണ ഒരു പേന എഴുതും, എക്സാം എഴുതുമ്പോൾ പുതിയൊരു പേന ആരെങ്കിലും ഗിഫ്റ്റ് തരും, ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു നല്ലൊരു പേന വാങ്ങും. പക്ഷേ ആ പേനയും നമ്മുടെ കയ്യുമായിട്ട് ഒരു അപരിചിതത്വം ഉണ്ടാവും. അപ്പോൾ അതെല്ലാം നമ്മളെ ബാധിക്കും. അപ്പോൾ വീട്ടിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യുന്ന അതേ പേന, അതേ മോഡൽ പേന വെച്ചിട്ട് വേണം എക്സാം എഴുതാൻ. അങ്ങനെ മൈന്യൂട്ടായിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. ഒരേ പേന ഉപയോഗിക്കുക, ടൈമർ ഉപയോഗിക്കുക. 150 വേർഡ്സിൻ്റെ ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുമ്പോൾ അതിന് എത്ര ടൈമാണ് അനുവദിച്ചിട്ടുള്ളത്, ആ ടൈമിനുള്ളിൽ എഴുതി തീർക്കാൻ ശ്രമിക്കുക. പിന്നെ അതേപോലെ സ്പീഡ് കൂട്ടിക്കൊണ്ടിരിക്കുക. പിന്നെ അപ്പോൾ റൈറ്റിംഗ് അതിൻ്റെ സ്പീഡ് നമ്മൾ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കണം. പിന്നെ അതേപോലെ UPSC പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഒരു ആൻസർ ഷീറ്റ് ഉണ്ട്. ആ ആൻസർ ഷീറ്റിൻ്റെ 2 സൈഡിലും കുറച്ച് ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ അത് കുറച്ച് വീട്ടിൽ കളക്ട് ചെയ്ത് വെക്കുക. നമുക്ക് ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുക്കാൻ പറ്റും. അതിൽ തന്നെ റൈറ്റിംഗ് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, ഒരു പെട്ടെന്നൊരു എക്സാം ഹാളിൽ പോയിട്ട് എക്സാം എഴുതുന്ന ഒരു പേടിയൊന്നും ഫീൽ ചെയ്യില്ല. കാരണം ഇത് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്ത് അങ്ങനെ സൈക്കോളജിക്കലി കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴേക്കും നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കൊരു ഫീലിംഗ് വരും, ഒരു ആഴ്ചയിൽ ഒരു തവണയെങ്കിലും ഞാൻ ഈ എക്സാം എഴുതുന്നുണ്ട്. അപ്പോൾ അതേപോലെ നമുക്ക് ആ ഒരു പ്രഷറും ഇതൊക്കെ കുറഞ്ഞ രീതിയിൽ നമുക്ക് പോയിട്ട് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ അതേപോലെ ഏത് മാധ്യമത്തിൽ എഴുതണം എന്നുള്ള ഒരു ചോദ്യമുണ്ട്. മലയാളം പറ്റുമോ, ഇംഗ്ലീഷ് തന്നെ വേണോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. നമുക്ക് വേണമെങ്കിലും മലയാളത്തിൽ തന്നെ എഴുതാം. എല്ലാ എക്സാമും മലയാളത്തിൽ എഴുതാം. ഒരു ഇംഗ്ലീഷിൻ്റെ കമ്പൽസറി പേപ്പറുണ്ട്, അതൊഴിച്ച് ബാക്കിയെല്ലാം മലയാളത്തിൽ എഴുതാം. ആ ഇംഗ്ലീഷിൻ്റെ കമ്പൽസറി പേപ്പറിൽ 300-ൽ 25% മാർക്ക് മതി എന്ന് പറഞ്ഞാൽ 75 മാർക്ക് കിട്ടിയാൽ മാത്രം മതി. ഇത്രേ ഉള്ളൂ. നമുക്ക് വേണം മലയാളത്തിൽ എഴുതാം, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ തന്നെ ആൻസർ ചെയ്യാം. പിന്നെ നമ്മളെ മെയിൻസ് എക്സാമിൽ അതേപോലെ ഇൻ്റർവ്യൂവിലും കൂടെ നമുക്ക് ആകെ വേണ്ട മാർക്ക് 55%. 100% മാർക്ക് വേണ്ട, 80 വേണ്ട, 70 വേണ്ട, 60 വേണ്ട. വെറും സെക്കൻഡ് ക്ലാസ് മാർക്ക് കിട്ടിയാൽ നമുക്ക് IAS കിട്ടും. മീൻസ് 55% കഴിഞ്ഞ 2-3 വർഷത്തെ
ടോപ്പേഴ്സിൻ്റെ മാർക്ക് എന്ന് പറയുന്നത്. അതായത് ഫസ്റ്റ് റാങ്ക് കിട്ടിയ ആൾക്കാർക്ക് കിട്ടിയത് 55%, 60% താഴെയാണ്. ഫസ്റ്റ് ക്ലാസ് വേണ്ട. അപ്പം അത്രയും കാര്യങ്ങളെ നമുക്ക് ചെയ്യാനുള്ളൂ എന്നുള്ളതും കൂടെ അവിടെ അങ്ങനെ ഒരു സംഭവം കൂടി ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ റൈറ്റിങ്ങിനെ കുറിച്ച് പറഞ്ഞപ്പോൾ വി ഹാവ് ടു മേക്ക് എ ഹാബിറ്റ് ഓഫ് റൈറ്റിംഗ്. ഒരു റൈറ്റിംഗ് എന്നുള്ളത് ഒരു ഹാബിറ്റ് ആക്കിയിട്ട് നമ്മൾ മാറ്റണം. ടൈം മാനേജ്മെന്റ് ചെയ്യണം, പ്രാക്ടീസ് ഡെയിലി പ്രാക്ടീസ് ചെയ്യണം, അറേഞ്ച്ഡ് ആയിട്ട് ഐഡിയകൾ അറേഞ്ച്ഡ് ആയിട്ട് അതിൽ റിഫ്ലക്റ്റ് ചെയ്യാൻ ഉള്ളൊരു ശേഷി നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കണം. ടേബിള് ചെയർ വെച്ചിട്ട് ചെയ്യണം. സ്പെസിഫിക്കായ പേന വേണം, ടൈമർ വേണം, സ്പീഡ് വേണം. ഇതെല്ലാം ഉണ്ടെങ്കിൽ ഇതൊന്നും അത്ര ചെറിയ കാര്യങ്ങളൊന്നുമല്ല, പക്ഷെ ഇതെല്ലാം വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. എല്ലാവരും അങ്ങനെ ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യങ്ങളാണ് അല്ലേ? അപ്പോൾ എല്ലാ വർഷവും ഒരേ പാറ്റേണിലായിരിക്കും ഈ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സാധ്യത? അത് അങ്ങനെ പറയാൻ പറ്റില്ല. നമുക്ക് 2011 വരെ ഒരു പാറ്റേൺ ഉണ്ടായിരുന്നു. അതിനുശേഷം സിലബസും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. 11ലോ 12ലോ എനിക്ക് ചെറിയ സംശയമുണ്ട്. ആ ഒരു വർഷം സിലബസ് മാറുന്നുണ്ട്. അതിനുശേഷം മിക്കവാറും ഏകദേശം ഒരേ പാറ്റേണിലാണ് വരുന്നത്. പക്ഷെ അതിൻ്റെ ഓരോ വിഷയത്തിലുമുള്ള ചിലപ്പോൾ അതിൻ്റെ ഡിഫിക്കൽട്ടി ലെവൽ ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം ഉണ്ടാവും. ബാക്കി ഓൾമോസ്റ്റ് ഏകദേശം സിമിലർ പാറ്റേണിലാണ് എക്സാം പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഒരുപാട് മാറ്റാൻ കഴിയില്ല. അതിനൊരു ലിമിറ്റിന്റെ അപ്പുറത്തേക്ക് അവർക്കത് കൊണ്ടുപോകാൻ കഴിയില്ല. ശ്രോതാക്കൾ കേട്ടത് UPSC, IAS, IPS, IFS, IRS തുടങ്ങിയ പരീക്ഷകൾക്ക് തയ്യാറെടുക്കേണ്ടത് എങ്ങനെ എന്നതിനെക്കുറിച്ച്. വിവരങ്ങൾ പങ്കുവച്ചത് എഴുത്തുകാരനും IAS മെന്ററുമായ ജാഫർ അമീർ UC. തുടർന്ന് കേൾക്കാം അടുത്ത അധ്യായത്തിൽ സിവിൽ സർവീസിലേക്കൊരു വഴികാട്ടി.